25-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരാ നമ്മുടെ ദൈവം? പാപികളെ നേർവഴി കാണിക്കുന്ന ദൈവം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. നേരില്ലാത്ത സത്യമല്ലാത്ത ജീവിത വഴികൾ നാം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് ഗുണത്തേക്കാൾ അധികമായി ദോഷം സംഭവിക്കുന്നത്. യേശുക്രിസ്തു നമുക്ക് മാതൃകയാക്കിയിരിക്കുന്നത് നേരായ വഴിയാണ്. ആ സത്യത്തിന്റെ പാതയിൽ കൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം സന്തോഷകരമായ റിസൾട്ടായിരിക്കും. ഇവിടെ സങ്കീർത്തനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. നമ്മുടെ ദൈവം നല്ല വഴി കാണിക്കുന്നവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇതുപോലെ കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വഴികളെ കാണിച്ചു തരാൻ പോകും. നിങ്ങൾ പോകേണ്ട വഴി എന്താണെന്ന് ദൈവം പറഞ്ഞു തരാൻ പോകുക. ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവർ, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നല്ല വഴിയായ ജീവനുള്ള കർത്താവ് കാണിച്ചു തരുന്ന വഴിയെ പോകുമ്പോൾ സന്തോഷം, സമാധാനം, പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വരും. പ്രതികൂലങ്ങൾ എവിടെ പോയെന്ന് നമുക്കറിയത്തില്ല. ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു പ്ലെയിൻ പറന്നു പോകുന്നത് പോലെ പ്രതികൂലമാകുന്ന ആകാശത്തിൽ കൂടെ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മൾക്ക് കുതിച്ചു പോകുവാൻ കഴിയുന്നതിന്റെ കാരണം നമുക്ക് മുൻപേ ഒരു ദൈവമുണ്ട്. മുൻപേ നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതാ വചനം പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തിന്റെ വഴി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നാം തെറ്റായ വഴിയിലെല്ലാം സഞ്ചരിച്ച് വീണ് കിടക്കുമ്പോൾ പിന്നീട് ദൈവമേ എന്റെ വഴി നേരെയാക്കണമേ എന്ന് പറയുന്നതിനേക്കാൾ അധികമായി ദൈവം കാണിച്ചു തരുന്ന വഴിയെ പോകാൻ അല്പം ഒന്ന് താമസമെടുക്കുക, അല്ലെങ്കിൽ ദൈവവാദപ്പെടുത്തലൊന്ന് ഇരിക്കുക. ദൈവത്തോട് ഉപദേശം പ്രാപിപ്പ, ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവം നമ്മുടെ ആലോചനയിൽ വലിയവരും പ്രവൃത്തിയിൽ വിശ്വസ്തനുമാണ് നമ്മുടെ ദൈവമെങ്കിൽ. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ട നേരായ വഴി കാണിച്ചു തരുന്ന ആ ഒരു നല്ല ദൈവം, ആ ദൈവം കാണിച്ചു തരുന്ന വഴിയെ പോകാമോ? ദൈവം കാണിച്ചു തരുന്നത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയെന്ന്, ദൈവം പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് മോശയോട് ദൈവം പറഞ്ഞു, നീ പോയി ഫറവോന്റെ അടുത്ത് ചെല്ലുമ്പോൾ നീ സംസാരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് സംസാരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ചില ആളുകളെയൊക്കെ കാണാൻ പോവുകയായിരിക്കാം, ചില ഓഫീസുകളിൽ കയറി ഇറങ്ങാൻ പോവുകയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളല്ല സംസാരിക്കേണ്ടത്, ദൈവം നിങ്ങളിൽ കൂടെ അവരോട് സംസാരിക്കട്ടെ. അതിന് നാം അനുവാദം കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ എത്രയധികം പ്രതികൂല സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും കർത്താവ് കാണിച്ചു തരുന്ന വഴി, വചനം പറയുന്നു, അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് സമർപ്പിക്കപ്പെട്ട് നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.